നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പനമ്പള്ളി നഗറിൽ നടുറോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ താൻ ഗർഭം ആഗ്രഹിച്ചിരുന്നില്ലെന്ന് യുവതിയുടെ മൊഴി. ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ആൺ സുഹൃത്ത് ബന്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ചെന്നും ഗർഭിണിയാണെന്ന് തിരിച്ചറിയാൻ വൈകിയതുകൊണ്ട് തന്നെ ഗർഭം അലസിപ്പിക്കാനുള്ള സമയം കഴിഞ്ഞിരുന്നുവെന്നുമാണ് യുവതി പറയുന്നത്. ഗർഭിണിയാണെന്ന് മാതാപിതാക്കളോട് പറയാൻ തനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ലെന്ന് യുവതി പറഞ്ഞു. ഗർഭിണിയായത് ആൺ സുഹൃത്തിന് അറിയാമായിരുന്നു. പിന്തുണ ലഭിക്കാത്തത് കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടാക്കി. ആൺ സുഹൃത്തുമായി ഉണ്ടായിരുന്നത് ഗാഢപ്രണയമല്ല. എന്നാൽ ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ ബന്ധം സൂക്ഷിക്കാൻ ആൺ സുഹൃത്ത് തയ്യാറായില്ല. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചെന്നായിരുന്നു യുവതി പറയുന്നത്. കുഞ്ഞ് കരഞ്ഞാൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വായിൽ തുണി തിരികെയിരുന്നുവെന്നും 8 മണിയോടെ അമ്മ വാതിലിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയിലായ താൻ കയ്യിൽ കിട്ടിയ കവറിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ താഴേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്നും യുവതി പറഞ്ഞു. 23-കാരിയായ യുവതി പീഡനത്തിനിരയായ അതിജീവിതയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. അയൽ സംസ്ഥാനത്ത് പഠിക്കുകയായിരുന്ന യുവതി 1 വർഷം മുമ്പാണ് മടങ്ങിയെത്തി നഗരത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചേർന്നത്. സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട തൃശൂർ സ്വദേശിയുമായി യുവതി അടുപ്പത്തിലാവുകയായിരുന്നു. ഗർഭം അലസിപ്പിക്കാനാകാതെ വന്നതോടെ കുഞ്ഞ് ജനിച്ചാൽ എന്ത് ചെയ്യണമെന്ന് യുവതി നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാം സുന്ദർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ കൊലക്കുറ്റത്തിന് മാത്രമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഡോക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ യുവതി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയുള്ളൂവെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. യുവാവിനെ പരിചയമുണ്ടെന്ന് മാത്രമാണ് യുവതി പറഞ്ഞിരിക്കുന്നത്. ഇതിനാൽ തന്നെ യുവതിയിൽ നിന്നും വീണ്ടും മൊഴിയെടുത്ത് ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ തേടാനാണ് പോലീസിന്റെ നീക്കം. യുവതിയുടെ മൊഴി എതിരാണെങ്കിൽ മാത്രം ആൺ സുഹൃത്തിനെതിരെ കേസെടുക്കാനാണ് നിലവിൽ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. സംഭവത്തിൽ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പോലീസ് ഇന്ന് കോടതിയെ അറിയിക്കും. ഇന്ന് ഉച്ചയോടെ യുവതിയെ റിമാൻഡ് ചെയ്തേക്കും. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമായ ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അമ്മയായ യുവതി ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ആന്തരിക അവയവങ്ങൾക്ക് അണുബാധയേറ്റതുമൂലം യുവതിയെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. യുവതിയുടെ മൊഴി സംബന്ധിച്ചും യുവതിയുടെ സുഹൃത്തിനെ കുറിച്ചും കൂടുതൽ അന്വേഷണം നടത്തുമെന്നും കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കാനാകില്ലെന്നും കമ്മീഷണർ അറിയിച്ചു. യുവതി ഗർഭിണിയായത് ആൺ സുഹൃത്തിന് അറിയാമായിരുന്നു. പിന്തുണ ലഭിക്കാത്തത് കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടാക്കി. എന്നാൽ താൻ ഗർഭിണിയാണെന്ന് മാതാപിതാക്കളോട് പറയാനുള്ള ധൈര്യം യുവതിക്ക് ഉണ്ടായില്ല. ആൺ സുഹൃത്തുമായി ഉണ്ടായിരുന്നത് ഗാഢപ്രണയമല്ല എന്നും യുവതി പറയുന്നു. തലയൊട്ടി പൊട്ടിയതാണ് മരണത്തിന് മുഖ്യ കാരണമെന്നാണ് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കീഴ്ത്താടിക്കും പൊട്ടലുണ്ട്. കുഞ്ഞിനെ വലിച്ചെറിഞ്ഞപ്പോഴാകാം പൊട്ടലുണ്ടായത്. ഒരു വാഹനം കുഞ്ഞിനുമേൽ കയറി ഇറങ്ങിയിരുന്നു. വാഹനം കയറിയാണോ പൊട്ടലുണ്ടായതെന്നും സംശയമുണ്ട്. ശ്വാസം മുട്ടിയതിന്റെ ലക്ഷണമുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഇന്നലെ പുലർച്ചെ പ്രസവിച്ച യുവതി കുഞ്ഞിനെ രാവിലെ 8 മണിയോടെ ഫ്ളാറ്റിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു. അതിനിടെ യുവതിയുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയുടെ വെളിപ്പെടുത്തലും പുറത്തു വന്നിട്ടുണ്ട്. യുവതി കിടക്കയിൽ നിന്ന് ഇറങ്ങി നടക്കാറുണ്ടായിരുന്നില്ല എന്നും കട്ടിലിൽ ഇരുന്ന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാറാണ് പതിവെന്നും വീട്ടുജോലിക്കാരി പറയുന്നു. യുവതിയുടെ വീട്ടുകാർ ആരോടും സംസാരിക്കാത്ത പ്രകൃതക്കാരാണ്. 9 വർഷം ആ വീട്ടിൽ ജോലി ചെയ്തിരുന്ന തന്നെ 2 മാസം മുമ്പ് പറഞ്ഞുവിട്ടു. പെൺകുട്ടി ബംഗളൂരുവിൽ നിന്ന് തിരിച്ചു വന്നതിന് പിന്നാലെയാണ് പിരിച്ചുവിട്ടത്. കുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും ഇവർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.